കുറെ പേരുടെ മേടിച്ചോളും, കുഴപ്പമില്ല. അന്ന് 5 മേടിച്ചായിരുന്നു. ശരി. അവിടെ ചിന്മയാനന്ദ സ്വാമിയുടെയും തപോനന്ദ സ്വാമിയുടെയും ഒക്കെ ഒരു മ്യൂസിയം ഉണ്ട്. അത് മിക്കവാറുള്ള സ്കൂളുകളിലെല്ലാം ഉണ്ട്. ഇവിടെ ഗംഭീരമായിട്ടുണ്ട്. അവിടുത്തെ വലുതായിരിക്കും, കാരണം ചെറുപ്പം മുതലുള്ള. പിന്നെ 10, 15, 20 പശുക്കളെ വളർത്തുന്നുണ്ട്, ഗോശാലയുണ്ട്. ഗംഭീര LKG മുതലേ അതിന്റെ എഞ്ചിനീയറിംഗ് വരെ എല്ലാം ഉണ്ട്. വലിയ സ്കൂളാണ്. വലിയ സ്കൂളാണ്. കോഡിംഗ് തുടങ്ങിയ ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രമാദനീയരായ രാപ്പട്ടരാകും വിനീതമായ 5-ാം അധ്യായത്തിൽ 5 വരെയാണ് എടുത്തോ, 4 വരെയോ? 5 കഴിഞ്ഞ് ഇനി 6. 5-ാം അധ്യായം 14-ാമത്തെ ബ്രാഹ്മണം, 6-ാമത്തെ മന്ത്രം. ഇമാൻ 3 ലോകാൻ പൂർണ്ണാൻ പ്രതിഗൃഹീയാത് സോസ്യായേതത് പ്രഥമം പദമാപ്നുയാത് അഥ യാവതീയം ത്രയീ വിദ്യായസ്താവത് പ്രതിഗൃഹീയാത് സോസ്യ ഏതദ്ദ്വിതീയം പദമാപ്നുയാത് അഥ യാവദിദം പ്രാണി യസ്താവത് പ്രതിഗൃഹീയാത് സോസ്യായേതത് തൃതീയം പദമാപ്നുയാത് അഥ അസ്യായേതേവ തുരീയം ദർശതം പദം പരോരജോയ ഏഷതപതി നൈവ കേനചനാപ്യം കുത ഏതാവത് പ്രതിഗൃഹീയാത്. ഉപാസന വഴിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഗായത്രി ഉപാസനയാണ് ഇന്നത്തെ പ്രധാന വിഷയമായിട്ടും ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഓരോരോ വിധത്തിൽ ഗായത്രിയെ ഉപാസിക്കുന്ന ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ മന്ത്രത്തിലെ അനുഷ്ടുപ്പ് എന്ന ഒരു ഛന്ദസ് വാഗ്ദേവതയാണ്. ആ വാഗ്ദേവതയെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഗായത്രിയായ സാവിത്രിയത്തെ രണ്ടും ഒന്ന് തന്നെയാണ്. ഉപദേശിക്കണമെന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ടാണ് ശിഷ്യന് ഗായത്രി ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഗായത്രിയെ ശരിക്ക് അറിയുന്നവരെ ആ ഗായത്രിയുടെ ഒരു പാദത്തോളം തന്നെ ആവില്ല ഉപാസനയിലൂടെ. അപ്പം മുഴുവനുമായി ഗായത്രിയെ ഉപാസിക്കേണ്ടതാണ് എന്ന് പറയാൻ പുറപ്പെടുക. സഹ യഹ, യാതൊരുവനാണോ അവൻ, എത്രയും ലോകാൻ പൂർണ്ണാൻ, പൂർണ്ണങ്ങളായ 3 ലോകങ്ങളെ, പ്രതിഗൃഹീയാത്, പ്രതിഗ്രഹമായി സ്വീകരിക്കുക. 3 ലോകങ്ങളും ആരെങ്കിലും ദാനം തന്നാൽ സന്തോഷത്തോടെ ആ ദാനം സ്വീകരിക്കുന്നു എന്നിരിക്കട്ടെ. സഹ യഹ ഇമാൻ 3 ലോകാൻ പൂർണ്ണാൻ പ്രതിഗൃഹീയാത് സോഫ്യ ഏതത് പ്രഥമം പദം ആപ്നുയാത്. അങ്ങനെ കണ്ടാൽ അവൻ ഈ ഗായത്രി മന്ത്രത്തിന്റെ 1-ാമത്തെ പാദത്തെ പ്രാപിക്കാൻ യോഗ്യതയുള്ളവനായി തീരും എന്നാണ്. അതായത് 3 ലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ശക്തി ഗായത്രിയുടെ ഒരു പാദത്തിനുണ്ട് എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും പൂർണ്ണമായ 3 ലോകവും നമ്മൾക്ക് ദാനം ചെയ്താൽ അത് ഗായത്രിയുടെ 1-ാമത്തെ പാദമായി പരിണമിക്കത്തില്ലും. അഥ യാവതീയം ത്രൈവിദ്യ, ഇനി എത്രത്തോളമാണോ ഈ 3 വിദ്യകൾ, ഈ ത്രൈവിദ്യ 3 വേദങ്ങൾ എന്നർത്ഥം, അതാരാണോ പ്രതിഗൃഹീയ ദാനമായി സ്വീകരിക്കുന്ന സോസ്യായ ദ്വിതീയം പദമാപ്നുയാത്. അതുകൊണ്ട് അവൻ അതിൻ്റെ 3-ാമത്തെ പദം, ഗായത്രിയുടെ 2-ാമത്തെ പദം പ്രാപിക്കാൻ പര്യാപ്തനാകും. അഥാ യാവദിദം പ്രാണി യസ്താവത് പ്രതിഗൃഹീയാത്.
യാവത് ഇയം പ്രാണി ഈ ജീവസമൂഹത്തെ എത്രത്തോളം ഉണ്ടോ അതിനെ മുഴുവനും ഒരാൾ ദാനമായി സ്വീകരിക്കുമോ അപ്പോ അവൻ അസ്യാഹ തൃതീയം പദം, അവൻ ഇതിന്റെ മൂന്നാമത്തെ പദം പ്രാപിക്കാൻ പ്രാപ്തനാണ്. അഥാസ്യായതേവ തുരീയം ദർശതം പദം പരോരജ ഏഷ തപതി. ഇനിയും ആരാണോ ഏഷ യാതൊരുവനാണോ ഇത് തപതി തപിക്കുന്ന തപസ്സു ചെയ്യുന്നത്. അഥാസ്യാം ഏതദേവ തുരീയം ദർശതം പദം പരോരജ യേഷ തപതി. ആരാണോ തപസ്സു ചെയ്യുന്നത് യേഷ തപതി ഏതദേവ ഇത് തന്നെയാണ് അസ്യാഹ തുരീയം പദം, ഇതിന്റെ നാലാമത്തെ പദം ഈ തപസ്സ. ദർശതം പദം കാണുന്നത് പോലെയുള്ള ഒരു പദമാണ് അത്. പരോരജ ലോകത്തിന്റെ മുകളിലുള്ളതാണ്, പരമായ പരമിച്ച മുകളിലുള്ള ലോകങ്ങൾക്ക് ഉപരിയുള്ളതായ ഈ പദത്തെ നൈവ കേനചന അപ്യഹ എന്തുകൊണ്ടും അത് പ്രാപിക്കാൻ പറ്റുന്നതല്ല. ഈ 4 പദങ്ങളുടെ അപ്പുറത്താണ് ഗായത്രി മന്ത്രത്തിന്റെ ശക്തി. അത് എന്തു കൊടുത്താലും എന്ത് ചെയ്താലും എന്ത് ദാനം സ്വീകരിച്ചാലും എന്തൊക്കെ ദാനം കൊടുത്താലും അത് പ്രാപിക്കുന്നതല്ല. കുതഹ ഏതാവത് പ്രതിഗൃഹീയ, എങ്ങനെയാണ് ഇത്രയും പിന്നെ പ്രതിഗ്രഹമായി സ്വീകരിക്കാൻ പറ്റുന്നത്? ഒരു പൂർണ്ണമായ 3 ലോകങ്ങളും ഒരാൾക്ക് ദാനം ചെയ്യുക, വേദങ്ങൾ ദാനം ചെയ്യുക, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ ദാനം ചെയ്യുക എന്നിങ്ങനെ എന്തൊക്കെ സ്വീകരിച്ചാലും ഗായത്രിയുടെ പാദോപാസനയുടെ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതൊക്കെ ഓരോരോ പാദങ്ങളുടെ ഫലമായി തീരുകയുള്ളൂ. സമഗ്രമായ ഗായത്രിയുടെ ഫലം അനന്തവും അപരിമേയവുമാണ്. അത് ഈ കാണുന്ന ലോകങ്ങളുടെയും ഈ കാണുന്ന സമസ്ത സമ്പത്തുകളുടെയും കാണുന്ന ജീവജാലങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് ഒരു ഫലത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ 4 കഴിഞ്ഞുള്ള ഗായത്രിയുടെ ശക്തി. അതാണ് ഗായത്രി ചൊല്ലിക്കഴിയുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഒരു ഫലശക്തി. ഈ എന്തൊക്കെ സ്വീകരിച്ചാലും കിട്ടുന്നതല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്താണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ ഗായത്രി മന്ത്രോപാസനയുടെ ഒരു മഹത്വം ഒന്നുകൂടി ഉദാഹരിച്ചു എന്ന് മാത്രമേ. ഇമാൻ ത്രീൻ ലോകാൻ പൂർണ്ണാൻ പ്രതിഗൃഹീയാത് ഭൂസ്യായത് പ്രഥമം പദമാപ്നുയാത് അഥ യാവതീയം ത്രയീ വിദ്യ യഫ് താവത് പ്രതിഗൃഹീയാത് ഭൂസ്യാഹ ഏതദ്വിതീയം പദമാപ്നുയാത് അഥ യാവതിദം പ്രാണി യഫ് താവത് പ്രതിഗൃഹീയാത് ഭൂസ്യായത് തൃതീയം പദമാപ്നുയാത് അഥാസ്യായതേവ തുരീയം ദർശതം പദം പരോരജ യേഷതപതി നൈവ കേനചന ആപ്യം കുത ഏതാവത് പ്രതിഗൃഹീയാത് യ ഇമാൻ ത്രീൻ ലോകാൻ പൂർണ്ണാൻ പ്രതിഗൃഹീയാത് ഭൂസ്യാഹ ഏതത് പ്രഥമം പദമാപ്നുയാത് അഥ യാവതീയം ത്രയീ വിദ്യാം യഫ് താവത് പ്രതിഗൃഹീയാത് ഭൂസ്യാഹ ഏതദ്വിതീയം പദമാപ്നുയാത് അഥ യാവതിദം പ്രാണി യഫ് താവത് പ്രതിഗൃഹീയാത് ഭൂസ്യ ഏതദ്വിതീയം പദമാപ്നുയാത് അഥാസ്യായ ഏതദേവ തുരീയം ദർശതം പദം പരോരജ യേഷതപതി നൈവ കേനചനാപ്യം കുത ഏതാവത് പ്രതിഗൃഹീയാത്. അസ്യാഹ ഉപസ്ഥാനം ഗായത്ര്യൈകപദി ദ്വിപദി ത്രിപദി ചതുഷ്പാദ്യ അപദസി നഹി അദ്യഫേ നമസ്തേ തുരീയായ ദർശതായ പദായ പരോരജഫേ അഫാവദോ മാ പ്രാപദിതി യം ദ്വിഷ്യ അഫാവസ്മൈ കാമോ മാ സമൃദ്ധീതി വ ന ഹൈവ അസ്മൈ സകാമ സമർത്ഥ്യതേ യസ്മാ ഏവമുപദിഷ്ടതേ അഹമദ പ്രാപമിതി വാം.
തസ്യാഹ ഉപസ്ഥാനം, ആ ഗായത്രിയുടെ സ്തുതി. ഉപസ്ഥാനത്തിന് സ്തുതി എന്നാണ് ഇവിടെ അർത്ഥം. വേറെ പല അർത്ഥങ്ങളും അതിനുണ്ട്, പക്ഷെ ഇവിടെ സ്തുതി എന്നാണ് അർത്ഥം. തസ്യാഹ ഉപസ്ഥാനം, ആ ഗായത്രിയുടെ സ്തുതി. ഗായത്രി അസ്യ ഏകപതി, അല്ലയോ ഗായത്രി, അസ്യ ഇതിൻ്റെ, ഏകപതി ഒരു പാദത്തോടു കൂടിയതും, ദ്വിപതി രണ്ടു പാദങ്ങളോട് കൂടിയതും, ത്രിപതി മൂന്ന് പാദങ്ങളോട് കൂടിയതും, ചതുഷ്പതി നാലു പാദങ്ങളോട് കൂടിയതും. ചതുഷ്പാതി അപദഫി, നാലു പാദങ്ങളോടും കൂടിയ, അപത്ത് പാദങ്ങളില്ലാത്ത, അഫി ആകുന്നു. അല്ലയോ ഗായത്രി, നീ മൂന്ന് ലോകങ്ങളാകുന്ന ഒന്നാമത്തെ പാദത്തോടു കൂടിയതാണ് നേരത്തെ പറഞ്ഞു. മൂന്ന് വേദങ്ങളാകുന്ന രണ്ടാമത്തെ പാദത്തോടു കൂടിയതാണ്, അതും നേരത്തെ പറഞ്ഞു. മൂന്ന് പ്രാണങ്ങളാകുന്ന മൂന്നാമത്തെ പാദത്തോടു കൂടിയതാണ്, അതും നേരത്തെ പറഞ്ഞു. ആദിത്യനാകുന്ന നാലാമത്തെ പാദത്തോടു കൂടിയതും നിരുപാധികവുമായ നിലയിൽ ആരാരും പ്രാപിക്കാൻ പെടാത്തതിനാൽ പാദങ്ങളില്ലാത്തതുമാകും. ഹേ ഗായത്രി, അസ്യ ഏകപതി ദ്വിപതി ത്രിപതി ചതുഷ്പാതി അപതി അപദ് അഫി, അപദ് പാദമില്ലാത്തവൻ അത് ആകുന്നു നീ. കാരണം ഈ നാലിനെയും ഉപാസിക്കുന്നു. നാലിൻ്റെ അപ്പുറത്തെ ഉപാസകന്മാരില്ലാത്തത് കൊണ്ട്, പാദമില്ലാത്തതുകൊണ്ട് അപതിയായി. നീ പാദത്തോട് കൂടാത്തവളാണ്. നഹി പദ്യഫേ, നഹി പദ്യഫേ, പദ്യഫേ പ്രാപിക്കാൻ പറ്റുക, നഹി പദ്യഫേ പ്രാപിക്കപ്പെടുന്നതല്ല. നമസ്തേ തുരീയായ ദർശതായ പദായ, നാലാമത്തേതായ ദർശതായ പദായ, കാണുന്നത് പോലെ തോന്നുന്ന ഈ നാലാമത്തെ പദത്തിന്, പരോരജഫേ മൂന്ന് ലോകങ്ങളിലെയും മുകളിൽ പ്രകാശിക്കുന്ന തേജസ്സായതും, തുരീയായ നാലാമത്തേതായിരിക്കുന്നതുമായ, തുരീയായ ദർശതായ പദായ പദോ ആയ പരോരജഫേ നമസ്തേ, അതിന് നമസ്കരിക്കാതെ ചെയ്യാം. കാരണം ആരാരും പ്രാപിക്കാത്ത പാദങ്ങൾ അതിനില്ല. ഈ നാല് പാദങ്ങളും ആർക്കും പ്രാപിക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്നത് പോലെയും അനുഭവിക്കുന്ന പോലെയുമുള്ള ലോകങ്ങളുടെ എല്ലാം മുകളിലാണ് പ്രകാശിക്കുന്നത്. അതാണ് നാലാമത്തെ നിന്റെ ആ പാദത്തിന് ഞാൻ നമസ്കരിക്കുന്നു. അസൗ അതോ മാ പ്രാപത് ഇതി, അതുകൊണ്ട് ഈ പദത്തെ, ഈ നാലാമത്തെ പദത്തെ പ്രാപിച്ച് ആ ചതുഷ്പാദിയായ ഗായത്രി മന്ത്രത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള നാലാമത്തെ പദത്തെ പ്രാപിക്കാതിരിക്കട്ടെ, അത് എത്താനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവുന്നില്ല എന്നാണ്. പ്രാപിക്കാതെ പോകട്ടെ എന്നല്ല, പ്രാപിക്കാതിരിക്കട്ടെ എന്നാണ്. അഫൗ അസ്മൈ എം ദുഷ്യാത് അഫൗ അസ്മൈ കാമോ ന സമർത്ഥീതിവ, ആരാണോ ഇതിനെ ദ്വേഷിക്കുന്നത്, അസ്മൈ അവന്, അഫൗ കാമഹ ആ കാമം, മാ സമർത്ഥി വർദ്ധിക്കാതിരിക്കട്ടെ. പാപരൂപിയായ ശത്രു ഇതിന്റെ ഫലം പ്രാപിക്കാതിരിക്കട്ടെ. ഗായത്രിയെ ആരെങ്കിലും ദ്വേഷിക്കുന്നവനെ പറ്റി അവന്റെ ആഗ്രഹം പൂർണ്ണമാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആരെ പറ്റിയാണോ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആ ശത്രുവിന്റെ ആഗ്രഹം സഫലമാകുന്നതല്ല. അതായത് ഗായത്രിയുടെ ഫലം ഉണ്ടാകുന്നതല്ല എന്ന് ഗായത്രിയെ ആരെങ്കിലും എതിർത്തുകൊണ്ട് ആരെങ്കിലും പറയുന്നെങ്കിൽ, അങ്ങനെയുള്ള ഒരാൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാവാതിരിക്കട്ടെ, അവർക്കതിൻ്റെ ഫലം പ്രാപിക്കാതിരിക്കട്ടെ. യം ദുഷ്യാത് അഫോ അസ്മി കാമോ മാ സമർത്ഥീതിവ
നഹ ഏവ അസ്മൈ കാമ സമർത്ഥ്യതേ യസ്മൈ ഏവം ഉപദിഷ്ടതേ അഹമത പ്രാപം ഇതി വാ. അതുകൊണ്ട് എനിക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. അപ്പൊ ഗായത്രി ഉപാസിക്കുന്നതിൻ്റെ വിരോധികളായ ശത്രുക്കളായ എല്ലാവരെയും, ഗായത്രിയോട് അടുക്കാൻ മടി കാണിക്കുന്നവരെ, ഗായത്രിക്ക് ഫലമില്ലെന്ന് പറയുന്നവരെ, ഗായത്രി ഉപാസനയിൽ വിമുഖരാകുന്നവർക്കൊക്കെ അതിൻ്റെ ഫലം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമല്ല, തൻ്റെ സ്വന്തം കാര്യം സാധിക്കാൻ പ്രതിബന്ധമായി നിൽക്കുന്ന അതിനെ ഇങ്ങനെയുള്ള ദോഷഭാഗങ്ങളെ പരിഹരിക്കുന്നതിനും ഗായത്രി ഉപാസന എന്നെ സഹായിക്കും എന്നർത്ഥം. ഞാൻ ഇങ്ങനെ ഗായത്രി ഉപാസിക്കുന്നതുകൊണ്ട് ഗായത്രിയെ എതിർക്കുന്നവരെയൊക്കെ എനിക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ശക്തി എനിക്കുണ്ടാകും. അതും ഗായത്രിയുടെ വൈഭവമാണ്. തസ്യാഹ ഉപസ്ഥാനം ഗായത്രസ്യേകേ ഗായത്രി അസ്യേകപദി ദ്വിപദി ത്രിപദി ചതുഷ്പാദ്യപദസി നഹി പദ്യസേ നമസ്തേ തുരീയായ ദർശതായ പദായ പരോരജസേ അസാവതോ മാ പ്രാപദിതി യം ദുഷ്യാത് അസാവസ്മൈ കാമോ മാ സമർത്ഥീതി വാ നഹൈവാസ്മൈ സകാമ സമർത്ഥ്യതേ യസ്മായേവമുപദിഷ്ടതേ അഹമദപ്രാപമിതി വാ. തസ്യാഹ ഉപസ്ഥാനം ഗായത്രസ്യേകപദി ദ്വിപദി ത്രിപദി ചതുഷ്പാദ്യപദസി നഹി പദ്യസേ നമസ്തേ തുരീയായ ദർശതായ പദായ പരോരജസേ അസാവതോ മാ പ്രാപദിതി യം ദുഷ്യാത് അസാവസ്മൈ കാമോ മാ സമർത്ഥീതി വാ നഹൈവാസ്മൈ സകാമ സമർത്ഥ്യതേ യസ്മായേവമുപദിഷ്ടതേ അഹമദപ്രാപമിതി വാ. ഏതദ്ധ വൈ തജ്ജനകോ വൈദേഹോ ബുഡിലം ആശ്വതരാശ്വിമുവാചാം എന്നുഹോ തത് ഗായത്രീ വിദബ്രൂഥ അഥ കഥം ഹസ്തീഭൂതോ വഹഫദീതി മുഖം ഹ്യസ്യാഹ പമ്രാന്ന വിദാഞ്ചകാരോതി. ഹോവാച തസ്യാഗ്നിദേവമുഖം യദി ഹവാ അവേ ബഹ്വിവാഗ്ന്യാ അഗ്നൗ അഭ്യാദധതി സർവമേവ തത് സന്ദഹതി ഏവം ഹൈവൈവം വിച്ച് യദ്യപി ബഹ്വിവ പാപം കുരുതേ സർവമേവ തത് സംസായ ശുദ്ധഃ പൂതോ അജരോ അമൃത സംഭവതി. തത് അതിനെ സംബന്ധിച്ച് ഏതത് ഹ വൈ, ഇത് തന്നെ ഏതദ്ധ വൈ, തത് അതിനെ സംബന്ധിച്ച് ഇത് തന്നെ പ്രസിദ്ധമാണ്. ഏതത് ഹ വൈ തത്, അതിനെ സംബന്ധിച്ച് ഇത് പ്രസിദ്ധമാണ്. എന്താണ്? വൈദേഹോ ജനകഃ, വിദേഹരാജാവായ ജനകൻ. തത് ജനകോ വൈദേഹോ, ഈ തതൂടി പ്രഭവും വൈദേഹോ ജനകോ ബുഡിലം, വൈദേഹനായ ജനകൻ അശ്വതരാശ്വിപുത്രനായ ബുഡിലനോട് പറഞ്ഞു. ബുഡിലം ആശ്വതരാശ്വിം ഉവാച്. അശ്വതരാശ്വൻ എന്നത് ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ പുത്രന്റെ പേരാണ് ആശ്വതരാശ്വി. അവന് മറ്റൊരു പേരുണ്ട് ബുഡിലൻ എന്ന്. പേരിടാൻ സമർത്ഥരാണ് ഈ ഉപനിഷദ് ഋഷിമാർ. വൈദേഹോ ബുഡിലം ആശ്വതരാശ്വിം ഉവാച, അവനോട് പറഞ്ഞു, എന്നുഹോ തദ് ഗായത്രീവിത് അബ്രൂഥ. എന്താണ് പറഞ്ഞത്? എതുന്നു തദ് ഗായത്രി, ഗായത്രി അറിയുന്നവനാകുന്നു എന്നുള്ള അത് നീ പറഞ്ഞുവല്ലോ. ഗായത്രീവിത് അബ്രൂഥ, മധ്യപുരുഷനാണ്, നീ പറഞ്ഞുവല്ലോ. അഥ കഥം ഹസ്തീഭൂതോ വഹഫതി, പിന്നെ എങ്ങനെയാണ് ആനയെ പോലെയായി തീർന്ന് ഈ ഭാരം വഹിക്കുന്നത്?
ഒരു ചെറിയ ഉപാഖ്യാനം പറയുക. വിദേഹരാജാവായ ജനകൻ അശ്വതരാശന്റെ പുത്രനായ ബുഡിലിനോട് ചോദിച്ചു, നീ ഗായത്രിയെ അറിയുന്നവനാണെന്ന് നീ സ്വയം പറയുന്നുവല്ലോ. ഗായത്രി വിത് അബ്രൂധ. പിന്നെ എങ്ങനെയാണ് ആനയെ പോലെ ആയിത്തീർന്ന് ഭാരം വഹിക്കുന്ന എങ്ങനെയാണ്? ഗായത്രി മന്ത്രത്തിന്റെ ഉപാസന കൊണ്ട് ഭൗതിക ലോക ജീവിത ഭാരത്തെ ഇല്ലായ്മ ചെയ്യാനാണ്. പക്ഷെ നീ ആ ഭാരം വഹിക്കുകയും ചെയ്യും. ഹസ്തീഭൂതോ വഹഫതി മുഖം ഹി അസ്യാഹ സമ്രാക്ഷ. തസ്യാഹ മുഖം, അവന്റെ മുഖമാകട്ടെ, സമ്രാട്ട് അല്ലയോ രാജാവേ, ഇതിന്റെ മുഖത്തെ നീ അറിഞ്ഞിട്ടില്ല. ഗായത്രി മുഖത്തെ നീ അറിഞ്ഞിട്ടില്ല. മുഖം ഹി അസ്യാഹ സമ്രാട് ന വിദാഞ്ചകാരോതി. ന വിദാഞ്ചകാരോതി, അറിയുന്നില്ല. അപ്പൊ എന്താണ് ഈ ഗായത്രിയുടെ ഈ മുഖം അറിഞ്ഞുകൂടാ നിനക്ക് എന്ന് ബുഡിരൻ പറഞ്ഞു. അപ്പോൾ ജനകൻ പറഞ്ഞു, അസ്യാഹ അഗ്നിദേവമുഖം, അതിന്റെ മുഖം അഗ്നി തന്നെയല്ലേ, എന്തറിയാനിരിക്കുന്നു? എന്താ കാരണം? ഇത് ഹവാപി ബഹ്വിവ അഗ്നൗ അഭ്യാദധതി. ധാരാളം അഗ്നിയിൽ അഭിധാവനം ചെയ്താലും, എത്രയെത്ര വിറകുകൾ അഗ്നിയിലേക്ക് ഇട്ട് കൊടുത്താലും, ബഹു ഇവ ബഹ്വിവ അഗ്നൗ, അഗ്നിയിൽ അവഭ്യാദധതി, സമ്പൂർണമായും അഗ്നിയിൽ എത്രയെത്ര വിറകുകൾ ഇട്ടുകൊടുത്താലും സർവമേവ തത് സന്ദഹതി, അതെല്ലാം അഗ്നി ദഹിപ്പിച്ചു കളയില്ലേ. ഗായത്രിയുടെ മുഖം അഗ്നിയാണ്. എന്തൊക്കെ എണ്ണത്തിട്ടാലും അതെന്ത് ചെയ്യും? അപ്പൊ തന്നെ അത് എല്ലാം ദഹിപ്പിച്ചെടുക്കും. അതുപോലെയാണ് സർവമേവ തത് സന്ദഹതി ഏവമേവ. ഗായത്രി അറിയുന്നവൻ യദ്യപി ബഹ്വിവ പാപം കുരുതി, എത്രയെത്ര വലുതായ പാപം ചെയ്താലും സർവമേവ തത് സംസായ ശുദ്ധ, അതിനെയെല്ലാം ആ പാപത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് സംസായ നശിപ്പിച്ചിട്ട് സർവമേവ തത് സംസായ ശുദ്ധ പൂതോ, പരിശുദ്ധനായി, പൂതനായി, അജരനായി, അമൃതനായി സംഭവതി, സംഭവിക്കും. ഒരു ഉപാഖ്യാനം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിനെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഒരിക്കൽ ജനകൻ അശ്വതരാശ്വപുത്രനായ ബുഡനോട് ചോദിച്ചു, നീ ഗായത്രിയെ നന്നായി അറിയുന്നവനാണല്ലോ, ഉപാസിച്ചവനാണല്ലോ, എന്നിട്ടും നീ എന്നാണ് ആനയെ പോലെ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്നത്? അപ്പ പറഞ്ഞ, അല്ലയോ രാജാവേ, എനിക്ക് ഗായത്രിയുടെ മുഖം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. അപ്പോൾ ജനകൻ പറഞ്ഞു, ഗായത്രിയുടെ മുഖം അഗ്നി തന്നെയാണ്. അഗ്നിയിലേക്ക് എത്ര വിറകിട്ട് കൊടുത്താലും അത് കത്തിച്ചു കഴിയും. അതുപോലെ ഗായത്രി ഉപാസന ചെയ്യുന്ന ഒരാൾ എത്ര പാപം ചെയ്താലും ആ പാപം മുഴുവൻ നശിച്ചു പോകും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഗായത്രി ജപിക്കാൻ, ഉച്ചരിക്കാൻ പറയുന്നത്. ശരീര മനോവായ കായങ്ങൾ കൊണ്ട് ചെയ്യുന്ന സമസ്ത പാപങ്ങളും ദഹിപ്പിച്ചു കളയാൻ അഗ്നിതുല്യമായ ഒരു ശക്തി ഗായത്രിക്കുണ്ട്. അതുകൊണ്ട് ആ പാപത്തെയൊക്കെ നശിപ്പിച്ച് നിർമ്മലനാക്കി, പരിശുദ്ധനാക്കി, ഒരു മാറ്റമില്ലാത്തവനാക്കി, മരണരഹിതനാക്കി, മോക്ഷാർഹനാക്കി മാറ്റുന്നു എന്ന്. ഗായത്രി സമഗ്രമായി അറിയുന്ന ഒരാൾക്ക് അമൃതപ്രാപ്തി ഉണ്ടാകും എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കാം. അതുകൊണ്ട് ഗായത്രിയുടെ സമ്പൂർണമായ ഉപാസന അനിവാര്യമാണ് എന്ന് ഒരു ചെറിയ കഥാഖ്യാനം ചെയ്തുകൊണ്ട് ഈ ബ്രാഹ്മണവിടെ ഉപസംഹരിക്കാൻ. ഏതദ്ധവൈതജ്ജനകോ വൈദേഹോ ആശ്വതരാശ്വിൻ അശ്വിമുപാജാം എന്നുഹോ തത്
ഗായത്രീവിദ ബ്രൂധാം അഥ കഥം ഹസ്തീഭൂതോ വഹഫതീതി മുഖം ഹ്യസ്യാഹ സംവർണവിദം ചകാരോതീതി ഹോവാചാം തസ്യാഹ അഗ്നിരേവ മുഖം യദി ഹവാ അപി ബഹ്വിവ അഗ്നൗ അഭ്യാദധതി സർവമേവ തത് സന്ദഹതി ഏവം ഹൈവൈവം വിത്ത് യദ്യപി ബഹ്വിവാപം കുരുതേ സർവമേവ തത് സംസായശുദ്ധ പൂതോ അജരോ അമൃതസംഭവതി ഏതത് ഹ വൈ തജ്ജനകോ വൈദേഹോ കുടിലം ആശ്വതരാശ്വമുവാചാം എന്നുഹോ തത് ഗായത്രീവിദ അബ്രൂധാം അഥ കഥം ഹസ്തീഭൂതോ വഹഫതീതി മുഖം ഹി അസ്യാഹ സമ്രാട് ന വിദാൻ ചകാരേതി ഹ ഉവാചാം തസ്യാഹ അഗ്നിരേവ മുഖം യദി ഹവാ അപി ബഹ്വിവ അഗ്നൗ അവഭ്യാദധതി സർവമേവ തത് സന്ദഹതി ഏവം ഹൈവ ഏവം വിദ് യദ്യപി ബഹ്വിവ പാപം കുരുതേ സർവമേവ തത് സംസായ ശുദ്ധ പൂതോ അജരോ അമത സംഭവതീതി എന്ന് പറഞ്ഞ് ഗായത്രി ഉപാസനയെന്ന് ഈ വിഷയം അവിടെ ഉപസംഹരിച്ചു. 15ാമത്തെ ബ്രാഹ്മണത്തിലെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച 4 മന്ത്രം ഒന്ന് ഉദാഹരിച്ചത് പൂർത്തിയാക്കാം. ഇതൊക്കെ നമ്മൾ ഈശാവാസ്യോപനിഷത്തിലും 15, 16, 17, 18 മന്ത്രങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെ. വാസ്തവത്തിൽ ഈശാവാസ്യം പഠിച്ചുകൊണ്ട് ഇനി അത് വിസ്തരിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്ന് വായിച്ച് വെറുതെ അർത്ഥം പറഞ്ഞു വിട്ടാൽ മാത്രമാണ്. കാരണം നേരത്തെ വിസ്തരിച്ച് പഠിച്ചതാണ്. ഇതിൻ്റെ ആവർത്തനം മാത്രമാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഒരു പക്ഷെങ്കിൽ ഈശാവാസ്യത്തെ തുടങ്ങി ബൃഹദാരണ്യകത്തിൽ തീരുന്ന 10 ഉപനിഷത്തിന്റെ ഒരു പരിസമാപ്തി കാണിക്കാൻ വേണ്ടി ഈ ഈശാവാസ്യത്തിലെ ചില മന്ത്രം ഇവിടെ അന്തിമമായി ഉദാഹരിച്ച് ഉപസംഹരിക്കാൻ വേണ്ടി ആയിരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഇത് പിന്നീട് ചേർത്താവുമോ സാറേ? എന്തോ ഇത് പിന്നീട് ചേർത്തതാവുമോ ആരെങ്കിലും? ചേർത്തതും ആവാം. ഈ വരുന്ന അടുത്ത അതും അങ്ങനെ തന്നെയാണ്. ഒത്തിരി ആവർത്തനങ്ങളാണ്. അപ്പൊ പിന്നീട് ആരെങ്കിലും ചേർത്തതായിരിക്കാം. അല്ലെങ്കിൽ ഈശാവാസ്യത്തിൽ തുടങ്ങി ഈ ഇവിടെ ബൃഹദാരണ്യത്തിൽ തീരുന്നു എന്നുള്ളത് കൊണ്ട് അതിലെ ചില മന്ത്രം സ്മരിച്ച് ഇതിവിടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാവാം. അങ്ങനെ വേണമെങ്കിൽ ആവാം. അപ്പോഴാ ആദിയും അന്തവും ഒരു സമാനതയിലേക്ക് എത്തി നിൽക്കുന്ന മത്ത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ആചാര്യസ്വാമികൾ 10 ഉപനിഷത്തിന് വ്യാഖ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതും ബാക്കിയൊക്കെ മാറ്റി നിർത്തിയിട്ട്. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധന്മായ ദൃഷ്ടയേ പൂഷൻ നേകർഷേയമസൂര്യ പ്രാജാപത്യവ്യൂഹരശ്മീൻ സമൂഹാം തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷസോഹമസ്മി വായുരനിലം അമൃതം അധേദം ഭസ്മാന്തം ശരീരം ഓം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മരാം അഗ്നേ നരസുപഥ രായേ അസ്മാൻ വിശ്വാനി ദേവ വൈജ്ഞാനി വിദ്വാൻ യോധ്യാസ്മജുഹ്രാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേയമാം. ഇത്രയും മന്ത്രങ്ങൾ ആവർത്തിച്ചിട്ടാണ് അത് ഉപസംഹരിക്കുന്നത്. ഒന്നുമില്ല. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. നേരത്തെ നമ്മൾ പഠിച്ചതാണ് വിസ്തരിച്ച്. സത്യത്തിന് മുഖം സ്വർണമയമായ ഒരു പാത്രം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർണമയമായ പാത്രം ആയതുകൊണ്ട് ആ പാത്രം തിളങ്ങുക മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള സത്യം കാണാൻ പറ്റില്ല. അതിൻ്റെ ചുറ്റുമുള്ള തിളക്കം കണ്ട് അതിൽ ആകർഷകമായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ പൂഷാവേ സൂര്യദേവ അപാവൃണു, അതിൻ്റെ ആവരണത്തെ മാറ്റിത്തരൂ. സത്യധർമായ ദൃഷ്ടയെ, എനിക്ക് സത്യധർമ്മങ്ങൾ കാണാൻ വേണ്ടി ഈ തിളങ്ങുന്ന സ്വർണമയമായ ആവരണം ഒന്ന് മാറ്റിത്തരൂ എന്ന് ഒരു പ്രാർത്ഥനയാണ്. അടുത്തവും സൂര്യദേവനെ തന്നെയാണ്. പൂഷൻ, ഹേ സൂര്യ, ഏകർഷേ യമ സൂര്യ പ്രാജാപത്യ രശ്മിൻ വ്യൂഹ. ലോകത്തെ പരിപോഷിപ്പിക്കുന്നവനാണല്ലോ പൂഷാവ്.
അതുപോലെ ഏകർഷിയാണ്, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവന്. ഋഷി എന്ന വാക്കിനർത്ഥം സഞ്ചരിക്കുന്നവൻ. ഋഗതവും എന്ന ധാതുവിൽ നിന്നാണ് ഋഷി എന്ന വാക്കുണ്ടായത്. അപ്പൊ സഞ്ചരിക്കുന്നത്. ഏകർഷി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവൻ. ആദിത്യൻ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്. അതേപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് യമനം ചെയ്യുന്നവനാണ്. പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ രശ്മി കൊണ്ട് അടക്കി നിർത്താൻ കഴിയുന്നവനാണ്. ഹേ സൂര്യ, അല്ലയോ പ്രജാപതിയുടെ പുത്രനായ സൂര്യദേവ, ഈ രശ്മികളെയൊക്കെ മാറ്റിയിട്ട് ഈ പ്രകാശത്തെ ചുരുക്കിയിട്ട് അങ്ങയുടെ ശോഭനമായ സ്വരൂപം എനിക്ക് കാണാൻ കഴിയട്ടെ. സൂര്യനെ നമുക്ക് കാണണമെങ്കിൽ രശ്മികളൊക്കെ ഉള്ളിലേക്ക് അടങ്ങി നിൽക്കുന്ന സമയത്തെ പറ്റൂ. തേജോ എത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോ അസൗ പുരുഷ സോഹമസ്മി. അങ്ങനെ നിന്റെ ആദിത്യമണ്ഡലത്തിലുള്ള ആ പുരുഷൻ, ആത്മചൈതന്യ സ്വരൂപനായ ബ്രഹ്മചൈതന്യ സ്വരൂപനായ പുരുഷൻ ആരാണോ, ഞാനും ആ പുരുഷനും ഒന്ന് തന്നെയാണ് എന്ന് എനിക്കറിയാൻ കഴിയട്ടെ. വായുഹു, അനിലം, എൻ്റെ പ്രാണൻ അനശ്വരമായ വായുവിലേക്ക് ലയിക്കട്ടെ. പിന്നെ ഈ ശരീരം അമൃതം, അനിലം, വായു, അധേദം, ഭസ്മാന്തം ശരീരം. പിന്നെ ഈ ശരീരം ഭസ്മാക്കി എൻ്റെ ഉള്ളിലുള്ള പ്രാണവായു പ്രപഞ്ചത്തിലെ പ്രാണവായുവിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭസ്മമായി ഈ ഭൂമിയിലേക്ക് ചേരും. ഓം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര. അതുകൊണ്ട് ഹേ അഗ്നിദേവ, ഹേ കൃതോ, ഞാൻ ചെയ്തിട്ടുള്ളതിനൊക്കെ ഓർമ്മിക്കൂ. മനോമയനായ ഹേ ദേവ, ഞാൻ ചെയ്തിട്ടുള്ളതിനൊക്കെ ഓർമ്മിക്കൂ എന്ന് വീണ്ടും വീണ്ടും കൃതോ സ്മര കൃതം സ്മര എന്ന് തൻ്റെ സമസ്ത കർമ്മങ്ങളുടെയും സാക്ഷിയായ സൂര്യൻ തൻ്റെ സമസ്ത കർമ്മങ്ങളും ഓർമ്മിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് സൂര്യമണ്ഡലത്തിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കർമ്മങ്ങൾക്ക് തക്ക ഫലം തന്ന് എന്നെ ലക്ഷ്യത്തിലേക്ക് ചേർക്കണമേ എന്ന് പ്രാർത്ഥനയാണ്. അഗ്നേനയ സുപഥ, അല്ലയോ അഗ്നേ, ഞങ്ങളുടെ ഈ കർമ്മങ്ങളുടെ ഫല അനുഭവത്തിനായി ഞങ്ങൾക്ക് നല്ല വഴിയിലൂടെ കടത്തിവിടണേ. രായേ അസ്മാൻ വിശ്വാനുദേവ വൈനാനി വിദ്വാൻ. ഈ വിശ്വത്തിലുള്ള സമസ്ത കർമ്മങ്ങളെയും അറിയുന്നവൻ അങ്ങാണ്. ഞങ്ങളിൽ യുയൂഥ്യ അസ്മജുഹുരാണം ഏന, ഞങ്ങളിലുള്ള ഏനഫിനെ മുഴുവനും യുദ്ധം ചെയ്ത് ഇല്ലാതാക്കണം. ഭൂയിഷ്ടം തേ നമ ഉക്തിം വിധാമ. ഇനിയും അങ്ങേക്ക് നമസ്കാര വചനങ്ങളെ ഞങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് ഈ 3-4 മന്ത്രങ്ങൾ കൂടി ചേർത്തിട്ട് ഉപസംഹരിക്കാം. ആ ഒരു ഉപസംഹാരത്തിന്റെ സ്വഭാവം നമുക്ക് കാണാം. കാരണം ജീവിതം മുഴുവൻ ഉപാസനയും കർമ്മവും ഒന്നിച്ച് അനുഷ്ഠിച്ചുള്ള ഒരാൾ ജീവിതത്തിൽ മുഴുവൻ ഉപാസന ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു, രണ്ടും വേണം. അങ്ങനെയുള്ള ഒരാള് മരിക്കുന്ന സമയത്ത് ആദിത്യനോട് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഏറ്റവും ഒടുവിൽ സൂര്യദേവനോട് അഗ്നി ചെയ്യുന്ന യസുപഥ എന്നൊക്കെ പറഞ്ഞ് സൂര്യനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ ഗായത്രിയുടെ 4-ാമത്തെ പാദമായി പറഞ്ഞ ആദിത്യനെ സ്തുതിക്കുന്നതാണല്ലോ വിഷയം. ആദിത്യൻ ആണ് ഗായത്രി മറിഞ്ഞിരിക്കുന്നത്. ആ രശ്മികളൊക്കെ ഉള്ളിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഗായത്രിയുടെ ചൈതന്യമായ ബ്രഹ്മസ്വരൂപവും ഞാനും ഒന്നായിട്ട് തീരും എന്നാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ആദിത്യനെ സ്തുതിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. പാത്രം കൊണ്ട് വസ്തു മൂടി വെച്ചിരിക്കുന്നത് പോലെ ഈ പ്രകാശസ്വരൂപമായ ആ മണ്ഡലം കൊണ്ട് സത്യബ്രഹ്മത്തെ നീ മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് അറിയാൻ ആഗ്രഹിക്കുന്ന, അതിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ സത്യബ്രഹ്മ ഉപാസന. അതുകൊണ്ട് എനിക്കത് കാണാനുള്ള അർഹതയുണ്ട്, അതിന് സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് 2-ാമത്.
ഇനി ആദിത്യ മണ്ഡലസ്ഥനായ പുരുഷനും ഞാനും ഒന്ന് തന്നെയാണ്. അവസാനമായി സങ്കല്പത്തിൽ മനസ്ഥിതനായ അഗ്നിദേവനോട് തന്റെ പ്രവൃത്തിയെപ്പറ്റി ഓർമ്മിക്കാൻ പാപങ്ങളെയൊക്കെ നശിപ്പിച്ച് സത്കർമ്മഫല അനുഭവത്തിനായി ഉത്തരായണ മാർഗത്തിലൂടെ തന്നെ ലക്ഷ്യത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഗായത്രി മന്ത്ര ഉപാസനയുടെ ഫലത്തിലേക്ക് ഈ 4 മന്ത്രങ്ങളെ കൂടി ചേർത്ത് വെച്ചിട്ട് ഇതിവിടെ ഉപസംഹരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഈ 4 മന്ത്രങ്ങളും ഇവിടെ വരാൻ കാരണം. ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷണ്ണപാവൃണു സത്യധർമായ ദൃഷ്ടയേ ഭൂഷണ്യേകർഷേ യമ സൂര്യപ്രാജാപത്യവ്യൂഹരശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമിയോ സാവസോ പുരുഷസോഹമസ്മി വായുരനിലമൃതം അധേദം ഭസ്മാന്തം ശരീരം ഓം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര അഗ്നേന സുപധാരായ അസ്മാൻ വിശ്വാനി ദേവ വൈജ്ഞാനി വിദ്വാൻ യോധ്യാസ്മൻ ജുഹുരാണമേനോ ഭൂയിഷ്ടം തേ നമ യുക്തിം വിധേമാം. ഈ അവസാനത്തെ മന്ത്രം ശനിയാഴ്ചത്തെ വേദോപനിഷത്തിന്റെ ക്ലാസ്സിൽ ആമുഖമായി ചൊല്ലുന്ന പലരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ മന്ത്രം വളരെ പരിചിതമാണ്. എന്തായാലും ഈ ഉപാസനയുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ 5-ാമത്തെ അധ്യായവും ഇവിടെ ഉപസംഹരിച്ചു. 6-ാമത്തെ അധ്യായത്തിലെ കാര്യമായ വിഷയങ്ങളൊന്നുമില്ല. നേരത്തെ പഠിച്ച 1-2 വിഷയങ്ങൾ ഒന്നുകൂടി സുവ്യക്തമായി അവതരിപ്പിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഓടിച്ചു നോക്കി പോകാം. യോം ഹ ഓം യോ ഹ വൈ ജ്യേഷ്ഠം ച ശ്രേഷ്ഠം ച വേദ ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച സ്വാനാം ഭവതി പ്രാണോ വൈ ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച സ്വാനാം ഭവതി അപി യ യേഷാം ബുഭൂഷയതി യ ഏവം വേദാം. ഇവിടെ പ്രാണന്റെ ഉപാസനയുടെ മാഹാത്മ്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ചാണ് ഉപസംഹരിക്കാൻ പോകുന്നത്. ആരാണോ ജ്യേഷ്ഠനെന്നും ശ്രേഷ്ഠനെന്നും അറിയുന്നത്, എന്തിന്? പ്രാണൻ. പ്രാണന്റെ 2 സ്ഥാന മഹിമകളാണ്. ഒന്ന് ജ്യേഷ്ഠനാണ്, ആദ്യം ഉണ്ടായവനാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യം പ്രവേശിച്ചത് പ്രാണനാണ്. അത് പിന്നെ എന്ത് ചെയ്താണ്? പല ഭാഗങ്ങളായി അവയവങ്ങളായി ഭേദങ്ങളായി പരിണമിച്ചതാണ്. അതുകൊണ്ട് പ്രാണന് ജ്യേഷ്ഠനെന്നും വിളിക്കാം. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠൻ. യോ ഹവൈ ജ്യേഷ്ഠം ച ശ്രേഷ്ഠം ച വേദ. പ്രാണനെ ഇങ്ങനെ ആരാണോ അറിയുന്നത്, ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച സ്വാനാം ഭവതി, അവൻ സ്വന്തം ബന്ധുക്കളുടെ ഇടയിൽ ശ്രേഷ്ഠനായും ജ്യേഷ്ഠനായും ഭവിക്കും. ആരാണോ പ്രാണനെ ഇങ്ങനെ അറിയുന്നത്, അവൻ സ്വയമേവ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായി സ്വാനാം സ്വന്തം ആൾക്കാരുടെ ഇടയിൽ ഭവിക്കുന്നു. പ്രാണോ വൈ, ഇതാരാണ്? പ്രാണൻ തന്നെ. ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച, മുമ്പ് ഞാൻ പറഞ്ഞ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായത് പ്രാണനാണ്. ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച സ്വാനാം ഭവതി, മുമ്പ് പറഞ്ഞ സ്വന്തം ആൾക്കാരുടെയിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായി പരിണമിക്കുന്ന ഈ പ്രാണനാണ്. അപിച്ച തന്നെയല്ല, യേശാം ബുഭൂഷതി, ആരുടെയൊക്കെ ഇടയിലാണോ ബുഭൂഷതി, അങ്ങനെ ആയിത്തീരാൻ ആഗ്രഹിക്കുക. ഭവിതും ഇക്ഷതിയാണ് ബുഭൂഷ. ബുഭൂഷതി, ഭവിക്കാൻ ആഗ്രഹിക്കുന്നുവോ. യ ഏവം വേദ, ആരാണോ അതിനെ പിന്നെ ക്രിയയാക്കിയതാണോ സാറേ? അതെ അതെ അതെ. ശരി ശരി ശരി. എന്തൊക്കെ പ്രയോഗങ്ങളിലേക്കാ പോവുക. കാരണം ഭവിക്കാനുള്ള ആഗ്രഹമാണ് ബുഭൂഷ.
ഇത് പക്ഷെ അതിന് നമ്മുടെ ലൗകിക സാഹിത്യത്തിൽ ഈ പ്രയോഗം ഇല്ലില്ല, വേദങ്ങളിലെ അധികം ഉപയോഗിക്കാറുള്ളൂ. ആ, അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന അവരുടെ കൂട്ടത്തിൽ അവൻ ശ്രേഷ്ഠനായും ജ്യേഷ്ഠനായും ഭവിക്കുകയും ചെയ്യും. ആരാണോ ഇങ്ങനെ ഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ധാരാളം ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉള്ളവൻ ഒരു സമൂഹത്തിന്റെ ഇടയിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായി സ്വയം പരിണമിക്കപ്പെടും. അവനെല്ലാം ആരാധിക്കും. ഒന്നുകിൽ അവന്റെ സമ്പത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഐശ്വര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേന്മ, എന്നിങ്ങനെ അവനെ പ്രധാനമാക്കുന്ന വസ്തുക്കൾ അതൊക്കെയാണ്. വാക്ക് പ്രധാനമായുള്ള ആൾക്കാരെയും എന്തെയും ഇതേപോലെ ശ്രേഷ്ഠനും ജ്യേഷ്ഠനുമായി പരിണമിക്കും. നന്നായിട്ട് വാക്ക് പ്രയോഗിക്കാൻ സാമർഥ്യമുള്ള ഒരാൾ സ്വയമേവ ധനികനായി മാറുക തന്നെ ചെയ്യും. വാക്കാണ് ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം. അവനെ എല്ലാവരും, നല്ല വാക്സാമർഥ്യമുള്ള ഒരാളെ എല്ലാവരും ആരാധിക്കും, ബഹുമാനിക്കും, ഏറ്റവും പ്രധാനിയായി പരിഗണിക്കും. അതുകൊണ്ട് വാക്കെന്ന വൃത്തിയോടുകൂടിയ ഈ പ്രാണനെ ഉപാസിക്കുന്നവന് ആ ഗുണമുണ്ടാകും എന്ന് വ്യംഗ്യന്തരേണ സൂചിപ്പിക്കാൻ. പ്രാണനെ ഉപാസിക്കുന്നവന് വാക്കിന്റെ വൈഭവമുണ്ടാകും. അവൻ ലോകത്ത് ഉത്കൃഷ്ടനും ജ്യേഷ്ഠനുമായി പരിണമിക്കും. യോ ഹവൈ ജ്യേഷ്ഠം ച ശ്രേഷ്ഠം ച വേദ ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച സ്വാനാം ഭവതി. പ്രാണോ വൈ ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച സ്വാനാം ഭവതി. അപി ച യേഷാം ബുഭൂഷതി ഏവം വേദാം. യോ ഹവൈ വസിഷ്ഠാം വേദം വസിഷ്ഠസ്വാനാം ഭവതി. വാഗ്വൈ വസിഷ്ഠാഃ വസിഷ്ഠഃ സ്വാനാം ഭവതി. അപി ച യേഷാം ബുഭൂഷതി ഏവം വേദാം. യോ ഹവൈ വസിഷ്ഠാം വേദ. ആരാണോ വസിഷ്ഠത്തെ അറിയുന്നത്, വസിഷ്ഠൻ വശത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നേ ഉള്ളൂ വാക്കിൻ്റെ അർത്ഥം. നമുക്ക് വസിഷ്ഠൻ കേട്ടാൽ നമുക്ക് പുരാണത്തിലെ ഋഷിയിലേക്ക് നമ്മൾ പോകും. ആ വാക്ക് എങ്ങനെ ഉണ്ടായി? വശി തിഷ്ഠതീതി വശി വസിഷ്ഠ. വശത്തിൽ നിൽക്കാൻ പറ്റുന്നവൻ. ഒരാളെ വശത്താക്കാൻ പറ്റിയത് വാക്കുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ വസിഷ്ഠ ശബ്ദത്തിന് വാക്കെന്ന് അർത്ഥം. ആരാണോ വസിഷ്ഠത്തെ അറിയുന്നത് അവൻ സ്വന്തം ബന്ധുക്കളുടെ ഇടയിൽ വസിഷ്ഠനായി തന്നെ ഭവിക്കും. ആരാണ് വസിഷ്ഠൻ? വാഗ്വൈ വസിഷ്ഠ. വാക്ക് തന്നെയാണ് വസിഷ്ഠൻ. വസിഷ്ഠ സ്വാനാം ഭവതി. വാഗ്വൈഭവമുള്ള ഒരാൾ സ്വന്തം ആൾക്കാരുടെ ഇടയിൽ ഉത്കൃഷ്ടനായി തന്നെ ഭവിക്കും. ആരാണോ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നവൻ, അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലും അവൻ ഉത്കൃഷ്ടനായി പരിണമിക്കും. അതുകൊണ്ട് വാഗ്രൂപത്തിൽ പ്രാണനെ ഉപാസിക്കണം. വാക്കാണ് പരമപ്രധാനം. വാക്കിന്റെ മഹിമ കൊണ്ടാണ് ഒരാൾ ഉത്കൃഷ്ടനാകുന്നത്. വാക്ക് ഉപയോഗിക്കാൻ കഴിയാത്തവൻ, വാക്കാണ് ശത്രുവും വാക്കാണ് മിത്രവും. ഒരു വാക്കുച്ചരിച്ചാൽ മിത്രമാവാം, അതേപോലെ ഒരു വാക്കുച്ചരിച്ചാൽ ശത്രുവാകാം. അതുകൊണ്ട് വാക്കിന് അനന്ത സാധ്യതകളാണ്. പ്രാണനെ പോലെ ശക്തിയുള്ളതാണ് വാക്ക്. അതുകൊണ്ട് പ്രാണനെ വാഗ്രൂപമായി ഉപാസിക്കണം. യോ ഹവൈ വസിഷ്ഠാൻ വേദ വസിഷ്ഠസ്വാനാം ഭവതി. വാഗ്വൈ വസിഷ്ഠാഃ വസിഷ്ഠസ്വാനാം ഭവതി. അപി ച യേഷാം ബുഭൂഷതി ഏവം വേദാം. യോ ഹവൈ വസിഷ്ഠാം വേദ വസിഷ്ഠസ്വാനാം ഭവതി. വാഗ്വൈ വസിഷ്ഠാഃ വസിഷ്ഠഃ സ്വാനാം ഭവതി. അപി ച യേഷാം ബുഭൂഷതി ഏവം വേദാം. യോ ഹവൈ പ്രതിഷ്ഠാം വേദ പ്രതിഷ്ഠതി സമേ പ്രതിഷ്ഠതി ദുർഗേ. ചക്ഷുർവൈ പ്രതിഷ്ഠാം ചക്ഷുഷാ ഹി സമേ ച ദുർഗേ ച പ്രതിഷ്ഠതി.
പ്രതിഷ്ഠതി ഫമേ പ്രതിഷ്ഠതി ദുർഗേ ഏവം വേദാം. യോ ഹവൈ, അത് തന്നെയാണോ പ്രതിഷ്ഠാം വേദ, പ്രതിഷ്ഠയെ അറിയുന്നത്. എന്താ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ സ്ഥിരമായ നിലനിൽപ്പ് എന്നർത്ഥം. എന്താ പ്രതിഷ്ഠതി ഫമേ, നിരപ്പായ സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നവനാണ് പ്രതിഷ്ഠയെ പ്രാപിക്കുന്നത്. യോ ഹവൈ പ്രതിഷ്ഠാം വേദ പ്രതിഷ്ഠതി ഫമേ, ആരാണോ ഫമത്തിൽ പ്രതിഷ്ഠാനം ചെയ്യുന്നത് അവൻ പ്രതിഷ്ഠയെ, നിലനിൽപ്പിനെ കുറിച്ച് അറിയുന്നു. ദുർഗേ, നടക്കാൻ വിഷമമായ സ്ഥലം. ദുർഗേ എന്ന് കേട്ടാൽ പറഞ്ഞ് ദേവി അനുഗ്രഹിക്കരുത്. നടക്കാൻ ദുഷ്ടമായി ഗമിക്കാൻ പറ്റുന്ന സ്ഥലം, അതാണ് ദുർഗ, ദുർഗമം എന്നൊക്കെ പറഞ്ഞ എവിടെയാണ്. അപ്പം ദുർഗേ ചക്ഷുർവൈ പ്രതിഷ്ഠ, അങ്ങനെയുള്ള സ്ഥലത്ത് കണ്ണിന്റെ സഹായത്തോടെ നിലനിൽപ്പുള്ളൂ. ദുർഘടമായ വഴിയിൽ കൂടി പോകണമെങ്കിൽ കണ്ണിന്റെ സഹായം വേണം. ചക്ഷുർവൈ പ്രതിഷ്ഠ, അവിടെ നിലനിൽപ്പ് കണ്ണാണ്. ചക്ഷുഷാഹി സമേത ദുർഗേത പ്രതിഷ്ഠതി, കണ്ണുകൊണ്ടാണ് ദുർഗമമായ സ്ഥലത്തും സമമായ സ്ഥലത്തും ഉറച്ചു നിൽക്കുന്നത്. പ്രതിഷ്ഠതി സമേ പ്രതിഷ്ഠതി ദുർഗേ ഏവം വേദ, ആരാണോ ഈ കണ്ണിന്റെ സഹായം കൊണ്ട് ഈ പ്രതിഷ്ഠ എന്ന ഗുണത്തോടു കൂടിയ ഈ കണ്ണിന്റെ സഹായത്തോടുകൂടി ഈ എത്തേണ്ട വഴിയിലേക്ക് കടന്നു പോകുന്നത്, ഉപാസനയിൽ കൂടി എത്തേണ്ട വഴിയെക്കുറിച്ചാണ് പറയുന്നത്. ആ വഴി ദുർഗമമാവും. അവിടെ കണ്ണുണ്ടെങ്കിലേ പറ്റുള്ളൂ. ആത്മജ്ഞാനമെന്ന കണ്ണുകൊണ്ട് ഉപാസനാ മാർഗത്തിൽ കൂടി, ദുർഗമമായ വഴിയാണ് ഉപാസന, അതിൽ കൂടി ലക്ഷ്യത്തിലേക്ക് എത്തി അവൻ പ്രതിഷ്ഠിതനായിത്തീരും, ഉറച്ചു നിൽക്കുന്നവനായിത്തീരും. ഇത് ഉപാസനയുടെ ഒരു ലക്ഷ്യവും ഫലവുമാണ്. ഉപാസന കൊണ്ടെല്ലാം സാധിക്കണം എന്നില്ല. കാരണം ഉപാസനയ്ക്ക് എന്തെങ്കിലും വീഴ്ച വന്നാൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഉപാസകൻ വളരെ ശ്രദ്ധിച്ചു വേണം ഉപാസനയിലേക്ക് പ്രവേശിക്കാൻ. യോ ഹവൈ പ്രതിഷ്ഠാം വേദാം പ്രതിഷ്ഠതി ഫമേ പ്രതിഷ്ഠതി ദുർഗേ ചക്ഷുർവൈ പ്രതിഷ്ഠ ചക്ഷുഷാ ഹി ഫമേ ച ദുർഗേ ച പ്രതിഷ്ഠതി പ്രതിഷ്ഠതി ഫമേ പ്രതിഷ്ഠതി ദുർഗേ ഏവം വേദാം. യോ ഹവൈ സംപദം വേദാം ഹം സംഹാസ്മൈ പദ്യതേ യം കാമ കാമയതേ ശ്രോത്രം വൈ സമ്പത്ത് ശ്രോത്രേ ഹീമേ സർവേ വേദ അഭിസമ്പന്നാഃ. സംഹാസ്മൈ പദ്യതേ യം കാമം കാമയതേ യ ഏവം വേദാം. യോ ഹവൈ സമ്പദം വേദ, ആരാണോ സമ്പത്തെ പ്രാണനായി അറിയുന്നത്, സംഹ അസ്മൈ പദ്യത്തെ, അവന് സം വൈ സം തന്നെ പദ്യത്തെ പ്രാപിക്കും. സമ്പത്തായിട്ട് പ്രാണനെ ഉപാസിക്കുന്നവൻ സമ്യക്കായ സമമായ വഴിയെ മാത്രമേ ആഗ്രഹിക്കുള്ളൂ. ദുർഘടമായ വഴി അവനുണ്ടാവില്ല. സമ്മിൽ പതിക്കുന്നതാണ് സമ്പത്ത്. യം കാമം കാമയതേ, ആരാണോ വിഷയത്തെ ആഗ്രഹിക്കുന്നത്, പ്രാണനെ ഉപാസിച്ചുകൊണ്ട് തന്നെ വിഷയത്തെ ആഗ്രഹിക്കുന്ന ഒരാള് അസ്മൈ സമ്പദ്യതേ, അവന് വിഷമമായ വഴിയിൽ കൂടി അല്ലാതെ സമമായ വഴിയിൽ കൂടി സഞ്ചരിച്ചു പോയി. ശ്രോത്രം വൈ സമ്പത്ത്, അത് സിദ്ധിക്കണമെങ്കിൽ ശ്രോത്രം എന്ന സമ്പത്ത് ഉണ്ടാകണം. ശ്രോത്രേഹി ഇമേ സർവേ വേദാഹ അഭിസമ്പന്നാഃ, വേദങ്ങളെല്ലാം ചെവി കൊണ്ട് മാത്രമേ സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ. ശ്രുതികളാണ്, കേട്ടുപഠിക്കേണ്ടതാണ്. സംഹ അസ്മൈ പദ്യതേ, അവന് സമ്യക്കായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. യം കാമം കാമയതേ ഏവം വേദ,
ഇപ്രകാരം അറിഞ്ഞ് പ്രാണനെ ഉപാസിക്കുന്നവൻ ഏതൊക്കെ വിഷയത്തെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ സാധിക്കുകയും ചെയ്യാം. ഏറ്റവും ഒടുവിൽ ആ പ്രാണോപാസനയിൽ കൂടി ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യും. അപ്പൊ ഇവിടെ സമ്പദ് ഗുണത്തോടു കൂടിയ ശ്രോത്രമായി പ്രാണനെ ഉപാസിക്കുന്നത് കൊണ്ട് ചെവി കൊണ്ട് കേട്ടിട്ടാണല്ലോ വേദങ്ങൾ പഠിക്കുന്നത്. ആ വേദങ്ങളിലാണ് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കർമ്മം ചെയ്താൽ അതിന് ഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് സമ്യക്കായിട്ട് പ്രാപിക്കാൻ പറ്റുന്ന ശ്രോത്രസ്വരൂപത്തിലുള്ള വേദത്തെ എന്ന് പ്രാണനെ ഉപാസിക്കണം എന്ന് പ്രാണോപാസനയുടെ അതേ വിധത്തിലുള്ള നുറുങ്ങു ഫലങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു പോവുകയാണ്. ഇനിയുള്ള മന്ത്രങ്ങളിലും ഈ പ്രാണന്റെ മാഹാത്മ്യത്തെ പറയാൻ വേണ്ടി നമ്മളെ കേനോപനിഷത്തിൽ പഠിച്ച ഒരു കഥ അത് തന്നെ സൂചിപ്പിച്ച് ഇതങ്ങ് ഉപസംഹരിക്കാൻ ചെയ്തു. ഭാഷാപരമായും ആശയപരമായും ഒക്കെ ഇതുവരെ വന്ന ശരീരം വളരെ വ്യത്യസ്തമാണ്. നമുക്കത് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. പൂർവാപരമുള്ള അടുക്കും ആ ഒരു ബോധ്യതയും ഒന്നും ഉൾക്കൊള്ളിക്കാതെ തന്നെയാണ്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ആ ഛാദോഗ്യം 5-ാമത്തെ അധ്യായം കൊണ്ട് തീർന്നിരിക്കണം. 6-ാമത്തെ അധ്യായം അനുബന്ധമായി പിന്നീട് ചേർത്ത് ഇതിനെ പരിപോഷിപ്പിച്ചതാവാം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഭാഷ വളരെ വ്യത്യാസമാണ്. ഇതുവരെ കണ്ട ഭാഷയല്ല നമ്മളിവിടെ കാണുന്നത്. ഭാഷാപരമായുണ്ട്, ആശയപരമായുണ്ട്. ആശയങ്ങൾക്കൊരു അനുസ്യൂതത പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉപനിഷത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയതുകൊണ്ട് അതും കൂടി നമുക്കൊന്ന് പഠിച്ച് ഇത് ഉപസംഹരിക്കാം. അടുത്ത 5-ാമത്തെ മന്ത്രം മുതൽ അടുത്ത ക്ലാസ്സിലാവട്ടെ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഉപസംഹരിക്കാം. മറ്റുള്ള ഉപനിഷത്തുകളുടെ ഒരു പുനഃസ്മരണം കൂടെ ഇത് ഇവിടെ സാധ്യമാക്കുവാന്ന് തോന്നുന്നു. സാധ്യമാക്കാണെന്ന് തോന്നുന്നു. ഇതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങളൊക്കെ ഒന്നും എല്ലാം ഒന്ന് അതുകൊണ്ടൊക്കെ ആയിരിക്കും ആചാര്യസ്വാമിയുടെ ബൃഹദാരണ്യം കൊണ്ട് നിർത്തിയത്. ബാക്കി ഭാഷ്യത്തിലേക്ക് പോയിട്ടില്ല. നമുക്ക് പഠിച്ചു നോക്കാം, പറയാമല്ലോ. നമസ്കാരം സാർ. ഇവിടെയും ഇന്ദ്രിയങ്ങളുടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. ഇന്ദ്രിയത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം അതിൽ കൂടി പറ്റുള്ളൂ എന്നുള്ളതാണ് ആ സത്യത്തിനെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൽ കൺക്ലൂഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഇപ്പം 5-6 അധ്യായം ഉണ്ട് ഇതിൽ, ഈ 6-ലെ. ഇത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അത് ഇനിയും പഠിച്ചതല്ല, ഓരോ അധ്യായത്തിൽ പറയുന്നതും ഇതിനു മുമ്പ് പഠിച്ച പല കാര്യങ്ങളാണ്. പുത്തനായിട്ടൊന്നും തന്നെ അധ്യായത്തിനകത്തുണ്ടാവില്ല. അതൊന്ന് ആയവർക്ക് നമുക്ക് അത് എത്ര പറഞ്ഞാലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോഴാണ് അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ സാർ, താങ്ക് യു. ഇന്ന് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശരി സാറേ, വൈകിട്ട് കാണുന്നവരെ നമസ്കാരം. വൈകിട്ട് കാണാം. ഇനിയുണ്ടല്ലേ? അതെ, ഇന്നുണ്ട്.